അന്യഭാഷയെ പോയി സൈഡ് റോളുകളും ഒട്ടും നിലവാരമില്ലാത്ത കുറച്ച് കോമഡി റോളുകളും ചെയ്ത ഒരു ട്രോൾ മെറ്റീരിയലായി മാറിയിരിക്കുകയാണ് നമ്മുടെ ജയറാമേട്ടൻ. സത്യത്തിൽ ഇത് കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. കാരണം പുള്ളി മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ശരിയാണ്, പുള്ളിയുടെ കുറച്ച് സിനിമകളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നാളായിട്ട് കണ്ടിന്യൂസ് മലയാളത്തിൽ പടം ചെയ്യുന്നില്ല. പക്ഷേ എന്നെല്ലാം കൊണ്ട് തന്നെ പുള്ളി ഇതുപോലത്തെ റോളുകൾ പോയി ഇങ്ങനത്തെ സൈഡ് റോളുകൾ ചെയ്യേണ്ട ആളല്ല പുള്ളി. പുള്ളിക്കൊരു പ്രൈം ടൈം ഉണ്ടായിരുന്നു. മലയാള സിനിമയിലെ തന്നെ മെയിൻ സ്ട്രീം നായകന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 4ാം സ്ഥാനക്കാരനായിരുന്നു നമ്മുടെ ജയറാമേട്ടൻ. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. 80കളിലാണ് നമ്മുടെ ജയറാമേട്ടൻ സിനിമയിലേക്ക് വരുന്നത്. അതും ഫസ്റ്റ് പടം തന്നെ നായകനായിട്ട്, അതും പത്മരാജന്റെ നായകനായിട്ട്. അപർണ എന്നൊരു സിനിമയിലായിരുന്നു. ആ സിനിമയിൽ പുള്ളി ഡബിൾ റോളിലാണ് വന്നത്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജയറാമേട്ടനെ പത്മരാജന്റെ 2ാമത്തെ പടത്തിൽ നായകനായിട്ട് കാസ്റ്റ് ചെയ്തു. സോ അങ്ങനെ ഒരു ഭാഗ്യത്തോടു കൂടിയാണ് പുള്ളി ഇൻഡസ്ട്രിയിലോട്ട് തന്നെ കടന്നു വരുന്നത്. സോ 1988 സിനിമയിൽ വന്ന നമ്മുടെ ജയറാമേട്ടൻ ആ വർഷം ഏകദേശം 6 സിനിമയോളം ചെയ്തു. 1988, 89 ഈ 2 വർഷങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം 21 സിനിമകളാണ് പുള്ളി അഭിനയിച്ചത്. അതിൽ കൂടുതലും നായകനായി തന്നെയായിരുന്നു. പിന്നീട് പുള്ളി 90കളിൽ ചെയ്ത മിക്ക സിനിമകളും ഹിറ്റായിരുന്നു. 90കളിൽ മാത്രം ഏകദേശം 82ഓളം സിനിമകളാണ് പുള്ളി ചെയ്തത്. അതിൽ കൂടുതലും ഫാമിലി കോമഡി മൂവീസ് ആയിരുന്നു. അതെല്ലാം ഹിറ്റും സൂപ്പർ ഹിറ്റും ആയിരുന്നു. ഫാമിലി ഓഡിയൻസിന്റെ ഇടയിലൊക്കെ അന്ന് പുള്ളിക്ക് വലിയ സപ്പോർട്ടായിരുന്നു. അതിനുശേഷം 2000 മുതൽ 2009 വരെ ഏകദേശം 42 ചിത്രങ്ങളിൽ പുള്ളി അഭിനയിച്ചു. ഇവയിൽ ചിലതൊക്കെ അത്രയ്ക്ക് വിജയിച്ചില്ല, എങ്കിലും കൂടുതലും വിജയിച്ച ചിത്രങ്ങളായിരുന്നു. പുള്ളിയുടെ ഒരു സേഫ് സോൺ ആയിരുന്നു ഈ ഫാമിലി കോമഡി സിനിമകൾ. പക്ഷേ ഏകദേശം 2009 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായി. ആ ഒരു ഏരിയയിൽ പുള്ളിക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായി. അതാണ് ദിലീപ് ഏട്ടൻ. ഇവർ രണ്ടുപേരും 2 രീതിയിൽ തന്നെയാണ് അഭിനയിക്കുന്നത്. 2 സ്റ്റൈലാണ് രണ്ടുപേർക്കും. എന്നാലും ഫാമിലി ഓഡിയൻസിനിടയിൽ ഇവർ 2 ആൾക്ക് ഏകദേശം ഒരു ഈക്വൽ സപ്പോർട്ട് ഉണ്ടായി. അല്ലെങ്കിൽ ദിലീപ് ഏട്ടന് കുറച്ചും കൂടി സപ്പോർട്ട് കൂടാൻ തുടങ്ങി. 2010 ശേഷം 2019 വരെ ഏകദേശം 38 സിനിമകൾ ചെയ്തു ജയറാമേട്ടൻ. പക്ഷേ അതിൽ പലതും പരാജയപ്പെടാൻ തുടങ്ങി. ഈ കാലത്ത് പുള്ളിയുടെ പടം മാത്രമല്ല, ബാക്കി മറ്റു പല മെയിൻ സ്ട്രീം ആക്ടേഴ്സിന്റെയും നായകന്മാരുടെയും പടം പരാജയപ്പെട്ടു. കാരണം സിനിമയുടെ ഒരു സ്വഭാവവും രീതിയൊക്കെ മാറുന്ന ഒരു ടൈം ആയിരുന്നു അത്. പക്ഷേ ജയറാമേട്ടന്റെ സിനിമകൾ തുടർച്ചയായി പരാജയപ്പെടുകയാണ് ചെയ്തത്. പഴയ ഔട്ട്ഡേറ്റഡ് ആയ കഥകളും ഒരേപോലത്തെ കഥകളും കഥാപാത്രങ്ങളും തന്നെ ആവർത്തിച്ചു വരുന്നതായിരുന്നു ആ പ്രശ്നം. പിന്നീട് കുറച്ച് വർഷം പുള്ളി മലയാളത്തിൽ പടം ചെയ്തില്ല. അതിനുശേഷം 2022 സത്യൻ അന്തിക്കാടിന്റെ കൂടെ മകൾ എന്നൊരു ചിത്രം ചെയ്തു. ഇതൊരു കംബാക്ക് ചിത്രമായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അതും ഒരു കംബാക്ക് ചിത്രമായിരുന്നില്ല. പിന്നീട് 2 വർഷത്തോളം പുള്ളി മലയാള സിനിമ ചെയ്തില്ല. അതിനുശേഷം 2024 എബ്രഹാം ഓസ്ലർ എന്നൊരു പടം, അതാണ് പുള്ളി ചെയ്തത്. അത് ഹിറ്റായിരുന്നു സത്യം പറഞ്ഞാൽ. അതൊരു കംബാക്ക് പടം തന്നെയാണ്. സോ ഇതാണ് പുള്ളിയുടെ ഒരു കരിയർ. പക്ഷേ കരിയറിൽ കുറച്ച് പരാജയങ്ങൾ ഉണ്ടായെന്ന് കരുതിയിട്ട് ഇങ്ങനെ മറ്റു ഭാഷയിൽ പോയി ഇതുപോലത്തെ സൈഡ് റോളുകൾ ചെയ്യേണ്ട ആളല്ല ജയറാമേട്ടൻ. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള റോൾസും അല്ലെങ്കിൽ പല ഇമോഷൻസ് പുള്ളി വളരെ സിമ്പിളായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. അതും തന്നെ കരിയറിൽ തന്നെ ഒരു പ്രൈം ടൈമിൽ തന്നെ പുള്ളി നല്ല ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടൻ പണ്ടും അന്യഭാഷ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. സത്യമായ പുള്ളിയുടെ പ്രൈം ടൈമിൽ തന്നെ പുള്ളി അങ്ങനെ മലയാളത്തിലല്ലാതെ തന്നെ വേറെ ഭാഷയിലും പടം ചെയ്തിട്ടുണ്ട്. അതായത് തമിഴിൽ തന്റെ ആദ്യ പടം തന്നെ ഹീറോ ആയിട്ടാണ് പുള്ളി ചെയ്യുന്നത്. അതും ആ തുടക്കകാലത്തൊക്കെയാണ്, 90കൾ ആ ഒരു സമയത്താണ് പുള്ളി ആ പടം ചെയ്യുന്നത്. സോ ഗോകുലം എന്നൊരു പടമായിരുന്നു പുള്ളിയുടെ ഫസ്റ്റ് തമിഴ് പടം. അതിൽ പുള്ളി നായകനായിരുന്നു. നമുക്കൊരു പക്ഷേ പുള്ളി അഭിനയിച്ച തമിഴ് സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചിലപ്പം കമലഹാസന്റെ കൂടെ അഭിനയിച്ച പഞ്ചതന്ത്രമായിരിക്കും. സോ ആ സിനിമ നല്ല കോമഡി സിനിമയാണ്. പുള്ളിയുടെ റോൾ നൈസാണ്. പുള്ളി നല്ല രസമായിട്ട് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഒരു പടമുണ്ട് കമലഹാസന്റെ കൂടെ അഭിനയിച്ച, അതാണ് തെന്നാലി. തെന്നാലി എന്ന സിനിമയിൽ അഭിനയത്തിന് പുള്ളിക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ ശേഷവും പുള്ളി നല്ല വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. രജനീകാന്ത് മണിരത്നം സിനിമ ദളപതിയിൽ അരവിന്ദ് സ്വാമി ചെയ്ത വേഷം സത്യത്തിൽ അതിൽ ആദ്യം കാസ്റ്റ് ചെയ്തത് ജയറാമേട്ടനെയാണ്. പക്ഷേ പുള്ളിക്ക് ഡേറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മാത്രം പുള്ളി ആ വേഷം ചെയ്തില്ല. സോ അത്രയ്ക്കും റേഞ്ചിൽ നിന്നൊരു മനുഷ്യനാണ് നമ്മുടെ ജയറാമേട്ടൻ. പിന്നീട് വർഷങ്ങൾ വേണ്ടി ഒന്ന് പുള്ളിക്ക് ഒരു മണിരത്നം സിനിമയിലെത്താൻ. സോ അതാണ് നമ്മുടെ പൊന്നിയിൻ സെൽവൻ. അതിലെ പുള്ളിയുടെ വേഷം എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടതാണ്, നൈസാണ്. പുള്ളി ആ വേഷം വളരെ നന്നായിട്ട് ചെയ്തിട്ടു. ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം പുള്ളി ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തി. പിന്നീട് വീണ്ടും പഴയ ലുക്കിലൂടെ തിരിച്ചു വന്നു. സോ കഥാപാത്രത്തിന് വേണ്ടി അത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ടറാണ് പുള്ളി. സാധാരണ ജയറാമേട്ടൻ അങ്ങനെ തന്റെ ലുക്കിൽ മാറ്റം വരുന്ന ഒരാളല്ല. കാര്യം പുള്ളി അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പുള്ളിയുടെ പഴയ പടങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും എല്ലാ സിനിമയിലും ഒരേ ലുക്കാണ്. പക്ഷേ ഇപ്പൊ പുള്ളി തന്റെ ലുക്കിൽ പോലും മാറ്റം വരുന്ന തയ്യാറാണ്. സോ സിനിമയ്ക്ക് വേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ടറാണ്. അങ്ങനെ നിൽക്കുന്ന ഈ ഒരു ടൈമിൽ ഇതുപോലത്തെ അനാവശ്യമായ കോമഡികൾ ചെയ്യാതെ നല്ല റോളുകൾ ചെയ്യണം. നല്ലൊരു കഥ മലയാളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ, നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും പുള്ളി വീണ്ടും സൂപ്പർ ഹിറ്റ് സിനിമകൾ സംഭവിക്കും. ഒരു ടൈമിൽ കുഞ്ചാക്കോ ബോബനൊക്കെ ചെയ്തിരുന്ന ഒരുപാട് റൊമാൻറ്റിക് ടൈപ്പ് വേഷങ്ങളായിരുന്നു. പിന്നീട് അതേ ടെംപ്ലേറ്റിൽ കുറെ പടങ്ങളൊക്കെ ചെയ്ത് പരാജയപ്പെട്ട് വീണ്ടും പുള്ളി സ്ഥിരം ചെയ്യുന്ന വേഷങ്ങളും കഥകളും ഒക്കെ മാറ്റി സീരിയസ് റോൾസ് എടുക്കാൻ തുടങ്ങി. സിനിമ മാറിയപ്പോൾ അതിനനുസരിച്ചുള്ള വേഷങ്ങൾ ചൂസ് ചെയ്യാൻ തുടങ്ങി. സോ ഇപ്പോൾ പുള്ളിയുടെ പടങ്ങളെല്ലാം ഹിറ്റാണ്. സോ അതുപോലെ ജയറാമേട്ടൻ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ലൊരു പ്രോജക്റ്റ് പുള്ളിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രൈം ടൈം എന്താണെന്ന് വീണ്ടും ഇവിടെയുള്ള ഓഡിയൻസിന് കാണിച്ചു കൊടുക്കാൻ പുള്ളിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ പുള്ളി ഇതുപോലത്തെ സൈഡ് റോളുകളൊക്കെ ചെയ്യുന്ന നിർത്തിയിട്ട് മലയാളത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജയറാമേട്ടൻ്റെ സിനിമകൾ ഏതാണ്, സിനിമ ഏതാണെന്ന് കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ആരുടെ വീഡിയോ വേണമെന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്.